വല്ലാത്തൊരു മുംബൈയിൽ ഞങ്ങൾക്ക് ചേച്ചി മതി, അമ്മ വേണ്ട. ബബിത അലീനയ്ക്ക് മുൻപിൽ മനസ്സ് തുറക്കുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, എനിക്ക് അലീനയെ ഒന്നുകൂടി കാണണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടേക്ക് വരാമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. അതായത് സ്റ്റാലിന് കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കാനാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഒടുവിൽ നമ്മുടെ അലീന അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാലിനാണെങ്കിൽ അലീനയെ പിന്തുടരുകയാണ് എന്ന് കാണാൻ കഴിയും, സാധിക്കും. അങ്ങനെ പിന്തുടർന്ന് അലീന കാണുമെന്നാകുമ്പോൾ സ്റ്റാലിനാണെങ്കിൽ ഒളിക്കുന്നൊരു കാഴ്ചയൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിൻ പതുങ്ങി നിന്നുകൊണ്ട് അലീനയുടെ വീഡിയോ ഫോട്ടോ എടുക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. അത് വേറൊന്നിനും വേണ്ടിയിട്ടൊന്നുമല്ല, കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം, അലീനയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കണം, അതിനു വേണ്ടിയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ അവിടെ തൻ്റെ അനാഥ മന്ദിരത്തിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പർച്ചേസിങ്ങിലാണ്, ഷോപ്പിങ്ങിലാണ് എന്ന് കാണാൻ കഴിയും. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയാണെങ്കിൽ അനാഥ മന്ദിരത്തിലേക്ക് പോകുന്നു. വാങ്ങിയ സാധനങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കുന്നു എന്ന് കാണാൻ കഴിയും, സാധിക്കും. തുടർന്നാണെങ്കിൽ അലീന ബാലചന്ദ്രനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അലീന ഇല്ലെന്ന് വിചാരിച്ച് ആരും വിഷമിക്കൊന്നും വേണ്ട, ഇവിടേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ എത്തിച്ചു തരാമെന്ന് പറയുന്നു. അലീനയുടെ അഭാവമൊന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല എന്നും പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഒടുവിൽ നമ്മുടെ അലീന വളരെയധികം സന്തോഷത്തിലാണ് എന്ന് കാണാൻ കഴിയും. അതായത് താൻ തുടങ്ങി വെച്ചത് തൻ്റെ അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്നു, വളർത്തച്ഛൻ. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇവിടെയാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ അലീനയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. അലീന എങ്ങനെ വളർന്നു, ഏത് സാഹചര്യത്തിലാണ് വളർന്നത്, ബാലചന്ദ്രനൊക്കെ പറയുന്നത് സത്യമാണോ എന്നറിയാനാണ് ഫോട്ടോയും വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ ആ ത്യാഗഭവനത്തിലേക്ക് എത്തുകയാണ് പ്രേക്ഷകരെ. അവിടെ എത്തിയ അലീനയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നൊരു കാഴ്ചയും കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി സ്റ്റാലിന് കൊടുക്കുന്നുണ്ട്. ഇവിടെ വീട്ടിലെത്തിയ ബബിത വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അലീനയുണ്ട്. അലീനയാണെങ്കിൽ ബബിതയ്ക്ക് മുൻപിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം ചേച്ചി എന്തിനാ പോകുന്നത് എന്ന് ചോദിക്കുന്നു ബബിത. ഞാൻ പോയില്ലെങ്കിൽ ശരിയാകില്ല എന്ന് അലീന തുറന്നു പറയുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ ബബിത കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ചേച്ചി മതി, അമ്മ വേണ്ട എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ അലീന പറയുന്നുണ്ട്, മോളെ, അമ്മയുടെയും അച്ഛൻ്റെയും വില നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം ഒരമ്മയുടെയും അച്ഛൻ്റെയും എന്താണ് പ്രാധാന്യവും പ്രാസക്തിയും. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അച്ഛനും മുകളിൽ ആരും വരില്ല എന്ന് പറയുന്നു. ചേച്ചി പോകുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഇതേ സമയം എന്തിനു പോകണു, ഞങ്ങളാരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. നിങ്ങളാരും പറഞ്ഞിട്ടല്ല, പോവേണ്ടത് എൻ്റെ കടമയാണ്, ഇവിടുത്തെ എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു, ഞാനിനി ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുന്നു. ഇതേ സമയം ബബിത കരയുന്നു. അപ്പോഴാണെങ്കിൽ ബബിതയോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്നെ സ്വാധീനിക്കുകയും ചെയ്ത ഒരാളുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. നീ മാത്രമാണ് എന്നെക്കുറിച്ച് ഒന്നും അറിയാതെ എന്നെ സ്നേഹിച്ച് തുടങ്ങിയത്. ആദ്യം എന്നെ ഒരുപാട് ശകാരിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും സ്നേഹം കൊണ്ട് നീ ആ മുറിവുകളെല്ലാം മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയം ബബിതയും പൊട്ടിക്കരയുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പം ബബിതയെയും ആശ്വസിപ്പിക്കുകയാണ് അലീന എന്ന് കാണാം പ്രേക്ഷകർ.
പ്രേക്ഷകരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഫുള്ളായിട്ട് കാണാം, സബ്സ്ക്രൈബ്